ഒന്നും ചെയ്യില്ല എന്ന അർത്ഥത്തിൽ ഞാൻ അയാൾക്ക് നേരെ എൻ്റെ കൈ കൂപ്പി. അയാളുടെ ചോരക്കണ്ണുകൾ വശ്യമായൊരു ചിരി വിടർന്നു. അയാൾ എനിക്കടുത്തേക്ക് നടന്നെടുക്കുന്ന ഓരോ നിമിഷവും ഞാൻ കണ്ണുകൾ കൂടുതൽ ഇറുക്കിയടച്ചു. അയാളുടെ കൈകൾ എൻ്റെ കഴുത്തിലേക്ക് തൊട്ടു. നീളം നഖങ്ങൾ എൻ്റെ മാംസത്തിലേക്ക് പതിയെ ഒന്നിറങ്ങി. പെട്ടെന്നാണ് റൂമിൻ്റെ വാതിൽ തള്ളി തുറന്ന് ശ്രീനി അകത്തേക്ക് വന്നത്. അച്ചു അച്ചു ശ്രീനി എന്നെ തട്ടി വിളിച്ചു. ചാടി എണീറ്റ് ഞാൻ ശ്രീനിയുടെ കോളിൽ പിടിച്ചു കുലുക്കി. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്ന്. ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഒറ്റക്കാക്കി പോകരുതെന്ന്. അതും പറഞ്ഞ് നിർത്തിയതും ഞാൻ ശ്രീനിയെ കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു. എനിക്ക് വയ്യ ശ്രീനി, ഇങ്ങനെ തീ തിന്ന് ജീവിക്കാൻ. അതെന്നെ കൊല്ലും.